വീട്ടിൽ തെങ്ങിൻ്റെ കുറ്റി ഇരിക്കുന്നുണ്ടപ്പം ഒരു ഐഡിയ തോന്നി, വെറുതെ എന്തിനാ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. അപ്പം ഞാനും അക്കുവിൻ്റെ അടുത്ത് പറയണ്ട, ആ പണി നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ഞാനും അക്കുവും പണി സ്റ്റാർട്ടാക്കി. അക്കുവിൻ്റെ സൈസുകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അക്കു കണ്ട എല്ലാം ഉരുട്ടി കൊണ്ടുവന്ന് പെങ്ങൾ അവിടെ എല്ലാം ഒതുക്കി. നമ്മൾ താണ്ട അക്കുവിൻ്റെ അടുത്ത് അടുക്കിയിടാൻ പറഞ്ഞപ്പോൾ താണ്ട വരിയായിട്ടവൻ അവൻ്റെ പണി കറക്റ്റായിട്ട് ചെയ്ത് കേട്ടോ. പെങ്ങൾക്ക് ഞാൻ ഓരോന്ന് പറക്കി അങ്ങോട്ട് കൊടുത്തിട്ട് പെങ്ങൾ താണ്ട നമ്മളെ ഈ ചെടിയെല്ലാം റീപ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചെടിയെല്ലാം തറയിരുന്ന ചട്ടിയോടുകൂടി പൊക്കി മാറ്റിയിട്ട് നമ്മളെ തെങ്ങും കുറ്റിച്ചേട്ടന്മാരെല്ലാം പറക്കി കുറ്റി അടുപ്പിച്ച് അവിടെ നിർത്തിയിട്ട് ഇവരെല്ലാം പറക്കി അതിൻ്റെ മുകളിലോട്ടങ്ങ് നിരത്തി. അങ്ങനെയുണ്ട്, കൊള്ളാമോ? കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങും കുറ്റി വലിയതായിട്ട് നമുക്ക് ഉപയോഗമില്ല. ഇങ്ങനെ ആയാലും ഉപകരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പറക്കി നിരത്തിയാണ്. കണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണേ. കാര്യം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ തെങ്ങും കുറ്റി വിറകിനൊക്കെ വലിയ പാടാണ് ഉപയോഗിക്കാൻ. പിന്നെ ഇതൊക്കെ കീറാനൊക്കെ ആളെ കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെ ഞാനും വിചാരിച്ച് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. കുറച്ച് ചെയ്ത് വന്നപ്പം ഇഷ്ടമായിട്ട് തോന്നി. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭംഗിയായിട്ട് തോന്നി. ഇനി നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ വീട്ടിലൊക്കെ തെങ്ങും കുറ്റി കിടക്കുന്നവരിങ്ങനെ ചെയ്ത് നോക്കുതാണ്ട. ഫ്രണ്ടിലും കുറച്ച് നിരത്തി എല്ലാം പറക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇതിനൊക്കെ തെങ്ങും കുറ്റിയൊക്കെ കിടപ്പുള്ളവർ ഒന്ന് ചെയ്ത് നോക്ക്. നല്ല മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറക്കി അടുക്കി ഇങ്ങനെ കറക്റ്റായിട്ട് അടുക്കിയിട്ട് ഇതിനൊക്കെ ചെറിയ പീസ് കറക്റ്റായിരിക്കണമെന്നേ ഉള്ളൂ. അത് തെങ്ങ് മുറിപ്പിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഇതിനൊക്കെ പീസ് കറക്റ്റ് പീസാക്കി മുറിക്കാൻ പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നത് വേസ്റ്റ് ആവത്തില്ല. അങ്ങനെ നമ്മളിതിങ്ങനെ പറക്കി അടുക്കിയിട്ട് കണ്ട ഇതുപോലെ ഞാൻ ചെയ്ത കേട്ടോ. പുകയും ഇല്ല, ബൗൾ പോലെ ചെയ്തത്. പിന്നെ ഇത് നമ്മളെ അടീനിയം മുത്തശ്ശി, നമ്മളെ അടീനിയം കിങ്ങി കേട്ടോ. നമ്മളെ വളർന്ന് പന്തലിച്ച് പൂട്ട് നിൽക്കുന്നുണ്ട് ആള്. ഞങ്ങൾ അടീനിയത്തിനെ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം.